പിന്നെ ഇവണ്ടല്ലോ സുധീറിന്റെ മൂത്തെ അവൻ അങ്ങനെ മോശമായിട്ട് അവിടെ പെരുമാറുന്നു, ദേഹത്ത് പിടിക്കുന്ന ഡ്രസ്സ് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഉറക്കം വരുന്നു. അങ്ങനെ വടച്ചേച്ചിയുടെ കഥകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. വാസ്തവത്തിൽ ഞാൻ ഇത് എടുക്കാൻ ആഗ്രഹിച്ച ഒരു സബ്ജക്റ്റ് അല്ല, സീരിയസ്ലി ഞാൻ അത് എടുക്കാൻ ആഗ്രഹിച്ച സബ്ജക്റ്റ് അല്ല. പക്ഷെ ഇത് ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ട് ചെയ്യിച്ചാണ്. മിണ്ടാതിരുന്ന ഞാനും മിണ്ടാതിരിക്കുമായിരുന്നു, പകരം എന്നെ വന്ന് ചൊരണ്ടണം. എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം. നാളത്തെ കാര്യം സംശയമാണ്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ഈ നമ്മളെ സുധീരനായിട്ട് ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് വിളിക്കും, ഈ രേണു സുധീരനെല്ലാം ഒരുമിച്ച്. സുധിയേട്ട ഉള്ളപ്പോ തന്നെ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. സുധിക്ക് പൈസ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അത് കണ്ടിന്യൂ ചെയ്തു അയാൾ മരിച്ചപ്പോഴും കണ്ടിന്യൂ ചെയ്തു. കാര്യം ഞാൻ മാത്രമല്ല, ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ട്. പുറത്ത് പറയാത്ത കാര്യം അത് പൈസ കൊടുത്ത് ചോദിക്കണം മോശമില്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പിന്നെ ഇവണ്ടല്ലോ സുധീറിന്റെ മൂത്തെ അവൻ അങ്ങനെ മോശമായിട്ട് അവിടെ പെരുമാറുന്നു, ദേഹത്ത് പിടിക്കുന്ന ഡ്രസ്സ് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഉറക്കം വരുന്നു. സുധിയുടെ മോയ് അവളോട് മോശമായി പെരുമാറുന്നുണ്ടെന്നും പറഞ്ഞു, ദേഹത്ത് പിടിക്കുന്നു എന്നും പറഞ്ഞിട്ട് മാറ്റിയത്. പക്ഷെ നമ്മള് കാണുമ്പോ റീൽസിലൊക്കെ ഇവളല്ലേ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കുന്നേ കുട്ടീനെ. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. ഇവര് പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. അപ്പോഴേ ഇത് മുമ്പ് പറഞ്ഞ അങ്ങനെ ഇവനെ ഇവിടെ നിർത്താൻ പറ്റില്ല, അങ്ങനെ ഇവനെ കൊല്ലത്ത് വിട്ടിരിക്കുകയാണ്. അത് ശരി, ഇതാണല്ലേ പരിപാടി. ദയവ് ചെയ്ത് നാറ്റിക്കരുത്. ഒരു പരിധിയിൽ കൂടുതൽ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ ഇളകി. ആ ഇളക്കലിന്റെ ഒരു പരിണിത ഫലമാണ് ആ കുട്ടിയെ അവളുടെ വീട്ടിലേക്ക് അവന്റെ വീട്ടിലേക്ക് എത്തിച്ചത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്തുകൊണ്ടെന്നാൽ അവൻ അവളെ കയറി പിടിച്ചു എന്ന് ഈ പറയുന്ന വ്യക്തിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് സുധിയോട് രേഷ്മ പറഞ്ഞിരിക്കുകയാണ് കിച്ചു അവളെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന്. തൊടുന്നു, പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു എന്ന്. ഞാൻ വിചാരിച്ചൊരു ദുഷ്ടനൊന്നുമല്ലട്ടാ, അതിലും കൂടിയെന്തായിട്ടാണ്. അവനും പറയുന്നുണ്ട് അങ്ങനെ ഒരു വിഷയമുണ്ട്, ഞാൻ കയറി പിടിച്ചത് കണക്ക് പറയൂന്ന്. ആ സെയിം സ്റ്റോറി തന്നെ ഇയാളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടേ. ഞാൻ പെട്ടു.